ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നിങ്ങൾ പലരും LP UP എന്ന് പറയുന്ന വലിയൊരു കടമ്പയൊക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്ന് ഷോർട്ട് ലിസ്റ്റിലൊക്കെ വന്ന് എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ഇന്റർവ്യൂവിന്റെ ആ ഒരു ടൈമൊക്കെയാണ്. എല്ലാവരും വളരെ സന്തോഷകരമായിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്, വളരെ സന്തോഷകരമായിട്ടായിരിക്കും പോകുന്നത് അല്ലേ. പക്ഷേ കുറച്ച് പേരുണ്ട് നമുക്ക് അത്ര കഷ്ടപ്പെട്ടിട്ടും ചിലപ്പോൾ നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച നമ്മുടെ ആ ഒരു റിസൾട്ട് കിട്ടാത്തവരുണ്ടാകും. അതേപോലെ തന്നെ കേറ്റൊക്കെ കിട്ടി ഇപ്പോൾ ഫ്രഷ് ആയിട്ട് LP UP എഴുതുന്നവരുണ്ടാകും. അപ്പോൾ ഇനിയും എഴുതാത്തവരുണ്ടാകും. അതായത് ഒത്തിരി എക്സാംസ് കേറ്റിട്ട് കിട്ടി വേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്ന LP UP എക്സാം ആണ് അല്ലേ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇന്നേ തൊട്ടേ പ്രിപ്പയർ ചെയ്തു പോകാം. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ആ ഒരു കുറേയൊക്കെ നമുക്ക് പോരായ്മകൾ ഉണ്ടാകും. കിട്ടാത്തവർക്ക് LP UP എഴുതി കിട്ടാത്തവർക്ക് കുറേയൊക്കെ പോരായ്മകൾ ഉണ്ടാവും. അത് ചിലർ ഫേസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിയാണ് പഠിക്കാൻ തുടങ്ങിയത്. അതാണ് മിക്കവാറും തന്നെ എല്ലാവരും പറയുന്നത്. അപ്പൊ നമ്മുടെ പോർഷൻസ് സിലബസിനനുസരിച്ച് തീർന്നിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് നമുക്ക് പഠിച്ചിട്ട് മനസ്സിൽ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ പറയുന്ന അല്ലെങ്കിൽ ചിലർ പറയുന്നതാണ് സൈക്കോളജി ഭയങ്കര ടഫായിരുന്നു, ചില പോർഷൻസുകൾ ടഫായിരുന്നു. എല്ലാവരും പ്രത്യേകം എടുത്ത് പറയുന്നതാണ് സൈക്കോളജി ടഫായിരുന്നു, അതുപോലെ തന്നെ മാത്സ് ടഫായിരുന്നു, സയൻസ് വിഷയങ്ങൾ ടഫായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. കാരണം നമുക്കറിയാം, സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം, സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അതിൽ നിന്ന് ചോദിക്കും അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനാണ്. അപ്പോൾ ചിലരുണ്ടാ സോഷ്യൽ സയൻസ് ബേസ് ചെയ്ത് വരുന്നവരുണ്ടാകും, സയൻസ് ബേസ് അല്ലാത്ത ആളുകളുണ്ടാവും. അവർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് സയൻസ് പഠിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സൈക്കോളജിയുടെ പ്രത്യേകത നമുക്കറിയാം, ഒത്തിരി വർഷം BEd കഴിഞ്ഞ് ഒത്തിരി വർഷമായവരായിരിക്കാം. സൈക്കോളജി ക്വസ്റ്റ്യൻസുകൾ മറന്നുപോയി അല്ലെങ്കിൽ സൈക്കോളജി ടേംസുകൾ മറന്നുപോയിട്ടുണ്ടാകും. അതെല്ലാം തന്നെ മലയാളത്തിലാണ്, നമുക്ക് ഇംഗ്ലീഷിലാണ് പഠിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ ഒത്തിരി ഇഷ്യൂസുകൾ നേരിടുന്ന ഒത്തിരി ആളുകളുണ്ട്. എല്ലാവരും നെഗറ്റീവായിട്ട് കഴിഞ്ഞ തവണ കിട്ടാത്തവരുടെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്നേ തൊട്ടേ തുടങ്ങുക. നമുക്ക് സമയം നമുക്ക് ഒത്തിരി ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു പഠനം പുറകിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് എന്താണ് അടുത്ത തവണ നമ്മൾ നേടണം എന്ന് വിചാരിച്ച് ഉറപ്പിച്ച് ഒത്തൊരുമിച്ച് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ അതിനായിട്ട് നമുക്ക് LP UP കഴിഞ്ഞ തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് ഏത് ഏരിയയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. UPയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടാ. താഴെ പറയുന്നവരിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതിനകത്ത് ഏതായിരിക്കാം? വികാസം അനുസ്യൂതമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസ്യൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ് ടു ഡെത്ത് അല്ലെ, മരണം വരെയുള്ളതാണ് ഡെവലപ്മെന്റ്. ശരിയാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ശാരീരിക വികസനത്തിൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. നമുക്കറിയാം, ആദ്യം മധ്യഭാഗമാണ് വികസിക്കുന്നത്, പിന്നീടാണ് എന്താ വിരലുകളിലേക്ക് വികാസം, വിരലുകളിലേക്കും കാലുകളിലേക്കും വികാസം വരുന്നത് അല്ലെ. അപ്പോൾ അതും എന്താണ്? ശരിയാണ്. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണോ? ശരിയാണ് അല്ലെ. എൻവിറോൺമെന്റിനെയും അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആൻഡ് എൻവിറോൺമെന്റിനെ സ്വാധീനിക്കുന്നു അല്ലെ, നല്ല രീതിയിൽ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അല്ലെ. ഇനി വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? ശരിയല്ല. അപ്പൊ ഇവിടെ എന്താണ് ശരിയല്ലാത്തത്? വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. വ്യക്തി വ്യത്യാസം എന്താണ്? ഉണ്ട് അല്ലെ. വ്യക്തി വ്യത്യാസമുണ്ട്. ഒരാളുടെ ഡെവലപ്മെന്റ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് അല്ലെ. അതായത് നമുക്കറിയാം, ഒരാളുടെ കൊഗ്നിറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള അതായിരിക്കില്ല മറ്റൊരാൾക്ക്. ഇപ്പോൾ ഒരു കുട്ടികൾക്ക്, രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഒരു കുട്ടിക്ക് ഒരു കാര്യം ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു കുട്ടിക്ക് 2-3 തവണ പറഞ്ഞു കൊടുത്താലാണ് മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ അല്ലെങ്കിൽ എന്താണ് മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വികാസത്തിൽ എന്താണ് വ്യക്തി വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. അത് ഇവിടെ കറക്റ്റ് അല്ലെ, ഉണ്ട്. അപ്പൊ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് LP UPയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ച വികാസം എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഡെവലപ്മെന്റിന്റെ തിയറീസുകൾ, ഡെവലപ്മെന്റൽ തിയറീസ് ഉണ്ട്. അതിൽ നിന്നും കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ അറിയാം, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റ്, കാതറിൻ ബ്രിഡ്ജസ് അല്ലെ, കാതറിൻ ബ്രിഡ്ജസിന്റെ ബ്രിഡ്ജസ് ചാർട്ട് പഠിക്കണം ഇമോഷണൽ ഡെവലപ്മെന്റിൽ. ഇനി അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്,
വൈജ്ഞാനിക വികസനം അല്ലെ, വൈജ്ഞാനിക വികസനത്തിൽ നമ്മൾ പിയാഷെയുടെ തിയറി പഠിക്കും. പിയാഷെയുടെയും അതുപോലെ തന്നെ എന്താണ് ബ്രൂണറുടെയും തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. പിയാഷെ, ബ്രൂണർ. ഇനി അതുപോലെ തന്നെ എന്താണ് സാൻമാർഗിക വികസനം, മോറൽ ഡെവലപ്മെന്റ്. സാൻമാർഗികം ആരുടെയാണ്? കോൾബർഗിന്റെ തിയറി. ഇനി അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാ വികസനം അല്ലെ. ഭാഷാ വികസനത്തിൽ ആരെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? പിയാഷെനെ പഠിക്കും അല്ലെ, പിയാഷെ പഠിക്കും. അതുപോലെ തന്നെ ഏതൊക്കെയാണ്? നോം ചോംസ്കി, അതുപോലെ തന്നെ ബ്രൂണർ. ഇനി അതുപോലെ തന്നെ സ്കിന്നർ പഠിക്കുന്നുണ്ട്, ഇനി അതുപോലെ തന്നെ വൈഗോട്സ്കി. നമ്മളെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ പിയാഷെ, നോം ചോംസ്കി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്കിന്നറുടെ ചോദിച്ചിട്ടുണ്ട്, വൈഗോട്സ്കിയുടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിക്കുക. അതുപോലെ തന്നെ സാൻമാർഗിക വികസനം കോൾബർഗ് മാത്രമല്ല പിയാഷെയുടെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്, പിയാഷെ. അപ്പൊ ഇങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എന്താണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഒത്തിരി തിയറീസുകൾ അടങ്ങുന്നതാണ് ഈ ഡെവലപ്മെന്റൽ തിയറി. വികാസത്തിന്റെ തിയറീസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ തിയറീസ്. അത് നന്നായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അതിൽ നിന്ന് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചേക്കുന്നത്, അതായത് കോൾബർഗിന്റെ തിയറി ചോദിച്ചിട്ടുണ്ട്, പിയാഷെയുടെ തിയറി ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഏരിയ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 2-3 മാർക്ക് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏത് എന്നാണ് ചോദിക്കുന്നത്. ബുദ്ധി, അഭിക്ഷമത, മനോഭാവങ്ങൾ, ശരീരത്തിന്റെ ഉയരം. നമുക്കറിയാം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റില് ഹെറിഡിറ്ററി ആൻഡ് എൻവിറോൺമെന്റ് അല്ലെ, പാരമ്പര്യവും പരിസ്ഥിതിയും അല്ലെ, പാരമ്പര്യം പരിസ്ഥിതി, ഹെറിഡിറ്ററി ആൻഡ് എൻവിറോൺമെന്റ് പരിസ്ഥിതി. ഓർ എന്താണ് മറ്റൊരു പേര് കൂടി ഉണ്ട്, എന്താണ് പര്യാവരണം എന്ന് പറയും അല്ലെ, പര്യാവരണം. ഇതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇതിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചു കൊണ്ടേക്കുന്നതാണ് കേട്ടോ. ഈ എൻവിറോൺമെന്റ് ആൻഡ് ഹെറിഡിറ്ററി എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് സ്ഥിരം ചോദിച്ചു കൊണ്ടേക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കാം ആൻസർ വരുന്നത്? ശരീരത്തിന്റെ ഉയരം അല്ലെ, ഓപ്ഷൻ ഡി ആണ് ശരീരത്തിന്റെ ഉയരം. ഈ പാരമ്പര്യത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? പാരമ്പര്യം എങ്ങനെയാ വരുന്നത്? ഹെറിഡിറ്ററി, നമ്മുടെ ജീനിൽ നിന്നും അതുപോലെ തന്നെ ക്രോമസോമിൽ നിന്നൊക്കെയാണ് അല്ലെ, DNA അല്ലെ, അതിൽ നിന്നും കൈമാറി വരുന്നതാണ് എന്ത്? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മുടിയുടെ കളറ്, കണ്ണിന്റെ കളറ്, അതുപോലെ തന്നെ മുഖത്തിന്റെ ഷേപ്പ്, ഇതൊക്കെ എന്താണ്? പാരമ്പര്യത്തിൽ വരുന്നതാണ് അല്ലെ. ഇനി പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ നേടുന്നത് എങ്ങനെയാണ്? അത് ബുദ്ധി, അഭിക്ഷമത, മനോഭാവങ്ങൾ, ഇതൊക്കെ എന്താണ്? പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ നേരിടുന്നതാണ്. അപ്പോൾ ഇതിലെന്താണ്? നിർണായകമല്ലാത്ത ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ ഉയരമാണ്, ശരീരത്തിന്റെ ഉയരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്വയം കേന്ദ്രീകൃത അവസ്ഥ, ഈഗോസെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടം അല്ലെ, പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടം. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കിക്കേ. ഏതായിരിക്കാം? പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഇന്ദ്രിയ ചാലകഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഏതായിരിക്കാം? ഈഗോസെൻട്രിസം അല്ലെ, സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെ. ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ് അല്ലെ, സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇതിന്റെ വയസ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ പ്രത്യേകതയാണ് ഏത്? ഈഗോസെൻട്രിസം, സ്വയം കേന്ദ്രീകൃത അവസ്ഥ. അതായത് ഞാനാണ് കേന്ദ്രബിന്ദു അല്ലെ, ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, ഞാൻ ഉണരുമ്പോൾ പ്രഭാതം ഉണ്ടാകുന്നു എന്നുള്ള ധാരണകളൊക്കെ കുട്ടി ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം. ഇനി അതുപോലെ തന്നെ ഒത്തിരി സവിശേഷതകൾ ഈ പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ തൊട്ടേ നമുക്ക് ഒരു ഓർഡറിൽ നമുക്ക് പോവുകയാണെങ്കിൽ ഇതിനെ പഠിക്കാൻ പറ്റും.
ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെ? ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. 0 മുതൽ 2 വയസ്സ് വരെയുള്ള പ്രായമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറഞ്ഞത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെ? ഒബ്ജക്റ്റ് പെർമനൻസ് ഈ പ്രായത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് വരുന്നത് അല്ലെ? അവസാന സ്റ്റേജിലാണ് വരുന്നത്. അതുപോലെ തന്നെ റിഫ്ലക്സിലൂടെയൊക്കെയാണ് കുട്ടികള് കാര്യങ്ങളെ പഠിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ ഇമിറ്റേഷൻ, അതായത് എന്താണ് മറ്റുള്ളവരെ അനുകരിക്കുന്നു അല്ലെ? അനുകരണ വാസന, ഇതൊക്കെ എന്താണ്? ഏതിലാണ്? ഈ ഇന്ദ്രിയ ചാലകഘട്ടത്തിലാണ് അല്ലെ? ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ പ്രാക് മനോവ്യാപാര ഘട്ടത്തിനെ തന്നെ നമ്മൾ വീണ്ടും എന്തായിട്ട് തിരിക്കുന്നുണ്ട്? 2ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ? ആശയദാന പൂർവ്വഘട്ടവും ഊഹനഘട്ടവും. ആശയദാന പൂർവ്വഘട്ടം 2 മുതൽ 4 വയസ്സ് വരെ, ഊഹനഘട്ടം ഏതാണ്? 4 മുതൽ 7 വയസ്സ് വരെ. ഇനി പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റീസ് നമ്മളിവിടെ പറഞ്ഞു. എന്താണ്? ഈഗോസെൻട്രിസം അല്ലെ? മറ്റ് പ്രത്യേകതകള് ഒത്തിരി ഉള്ള ഒരു കാലഘട്ടമാണ് ഈ പ്രാക് മനോവ്യാപാര ഘട്ടം. ഏതായിരിക്കാം? ഫസ്റ്റ് വൺ നമുക്കറിയാം, ഈഗോസെൻട്രിസം പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഏതാണ്? അനിമിസം അല്ലെ? അനിമിസം. അതെന്താണ് അനിമിസം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർക്കും ജീവനുള്ളതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട് എന്ന് കുട്ടി ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ? ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനിമിസം എന്ന് പറഞ്ഞ്. അപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം, അയ്യോ മരം മുറിച്ചു. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വീടിന്റെ മുറ്റത്ത് ഒരു മരം നിന്നു, ആ മരം മുറിച്ചു കളഞ്ഞു. അപ്പൊ കുട്ടി കണ്ടു കഴിഞ്ഞപ്പോ അമ്മയോട് പറയാണ്, അയ്യോ അമ്മ മരത്തിന് വേദന എടുക്കില്ലേ എന്ന് ചോദിക്കും. പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർക്ക്, ഇതിനൊക്കെ വസ്തുക്കൾക്കൊക്കെ ജീവനുണ്ട് എന്നുള്ള ഒരു ചിന്ത വരുന്ന ഒരു പ്രത്യേകത, അതിനെയാണ് അനിമിസം എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് വേറൊരു പ്രത്യേകതയാണ് ഇർറിവേഴ്സിബിലിറ്റി അല്ലെ? പ്രത്യാവർത്തന ചിന്തയില്ല അല്ലെ? തിരിച്ചു ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവില്ല. അതുപോലെ തന്നെ ഒരേ സവിശേഷതയിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഊന്നിക്കൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? പലപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മറ്റു സവിശേഷതകൾ ഏതൊക്കെയാണ്? അതായത് ഏറെക്കുറെ എന്താണ്? ഇമാജിനേഷൻ ലോകത്ത് തന്നെയാണ് ഈ പ്രാക് മനോവ്യാപാര ഘട്ടത്തിലെ കുട്ടികൾ അല്ലെ? അപ്പൊ അങ്ങനെ ഒത്തിരി സവിശേഷതകൾ. ഇനി നെക്സ്റ്റ് അതുപോലെ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലും ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലൊക്കെ ഒത്തിരി സവിശേഷതകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. PSC അതുപോലെ തന്നെ മറക്കാത്ത ഒരു സൈക്കോളജിയിൽ മറക്കാത്ത ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, മുഖ്യ സവിശേഷത കാർഡിനൽ ട്രൈറ്റ്, മധ്യമ സവിശേഷത സെൻട്രൽ ട്രൈറ്റ്, ദ്വിതീയ സവിശേഷത സെക്കൻഡറി ട്രൈറ്റ് എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതകൾ തിരിച്ചിരിക്കുന്നു. അത് ആര് എന്നാണ് ചോദിക്കുന്നത്? കോൾ റോജേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൾ റോജേഴ്സ് ശരിയാണോ എന്ന് നോക്കുക. ഇനി രണ്ടാമത്തെയാണ് പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസംതുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം. ആരാണ്? ആൽപോർട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ എന്ന് നോക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കുക. പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ആദർശാത്മക അഹം, ഐഡിയൽ സെൽഫ്, യഥാർത്ഥാധിഷ്ഠിത അഹം, റിയൽ സെൽഫ് എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അഹത്തിന്, അതായത് സെൽഫിന് 2 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം മാസ്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോ ഇതിൽ ഏതാണ്? ശരിയായ ബന്ധം സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഏതായിരിക്കാം ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്? 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അല്ലെ? 4 ഇവിടെ എന്താണ്? ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതിന് നമുക്കൊരു പിക്ചർ ഓർത്ത് വെച്ചാൽ മതി അല്ലെ? മനുഷ്യന്റെ മനസ്സിനെ മഞ്ഞുമലയോടാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലെ? അതായത് നമുക്ക് മുകളിലുള്ള ആ ഒരു ഇതാണ് എന്താ? കോൺഷ്യസ് അല്ലെ? കോൺഷ്യസ്. അതുപോലെ തന്നെ സബ് കോൺഷ്യസ്, പിന്നെ എന്താണ്? അൺകോൺഷ്യസ് മൈൻഡ്.
അപ്പോൾ ഇത് ആരാ പറഞ്ഞിരിക്കുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിന്റെ ഘടകങ്ങളെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ അല്ലെ, അതൊക്കെ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അഹത്തിന് 2 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞത് എബ്രഹാം മാസ്ലോ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ് അല്ലെ. എന്താണ് അവിടെ തെറ്റ്? എബ്രഹാം മാസ്ലോ ആണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? കോൾ റോജേഴ്സ് ആണ് അല്ലെ. കോൾ റോജേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ? ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം. എന്താണ് ഐഡിയൽ സെൽഫ്? നാം എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അതാണ് എന്ത്? ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. ഇനി റിയൽ സെൽഫ്, നാം ആക്ച്വലി എന്താണോ ആയത് അല്ലെ, അല്ലെങ്കിൽ എന്താണോ നമ്മളിപ്പോ ഉള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, റിയൽ സെൽഫ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ 2ഉം 4ഉം ആണ് ശരി അല്ലെ. 2 നോക്കിക്കേ, പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, ഇതൊക്കെ പറഞ്ഞത് ആരാണ്? ആൽപോർട്ട് തന്നെയാണ് അല്ലെ. ആൽപോർട്ടാണ്. ഇനി അതുപോലെ തന്നെ മുഖ്യ സവിശേഷത, മാധ്യമ സവിശേഷത, സെൻട്രൽ ട്രൈറ്റ്, ദ്വിതീയ സവിശേഷത എന്ന് പറഞ്ഞത് ആരാണ്? അതും ആരാ പറഞ്ഞത്? റോജേഴ്സ് ആണോ? അല്ല. ആരാ പറഞ്ഞത്? ആൽപോർട്ട് തന്നെയാണ് പറഞ്ഞത് അല്ലെ. ആൽപോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മുഖ്യ സവിശേഷത എന്ന് പറഞ്ഞാൽ? അതായത് ചില വ്യക്തികളിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു സവിശേഷതകൾ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എല്ലാ ഏരിയയിലും ആ ഒരു സവിശേഷത നിലനിൽക്കും അല്ലെ. അതിനെയാണ് മുഖ്യ സവിശേഷത എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാന്ധിജി അല്ലെ. ഗാന്ധിജിയിലെ അഹിംസയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിവേകാനന്ദൻ, അതുപോലെ തന്നെ ശ്രീബുദ്ധൻ, ഇവരിലും എന്താണ്? അഹിംസയാണ് കാണാൻ സാധിക്കുന്നത് അല്ലെ. കുറച്ചുകൂടി നമുക്ക് എന്താണ് ഫേവർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാകുന്ന ഒരു ഇത് പറയുകയാണെങ്കിൽ രമേശ് പിഷാരടി അല്ലെ. രമേശ് പിഷാരടിയിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു മുഖ്യ സവിശേഷത അല്ലെങ്കിൽ എന്താണത്? തമാശ പറയുക അല്ലെ, ചിരിക്കുക, ചിരിപ്പിക്കുക. അത് അദ്ദേഹത്തിന്റെ എന്താണ്? ഒരു മുഖ്യ സവിശേഷതയായിട്ട് എടുത്ത് പറയുന്നതാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ മധ്യമ സവിശേഷത എന്താണ്? അതായത് മുഖ്യ സവിശേഷതയുടെ ഒപ്പം ഇല്ലെങ്കിലും എന്താണ്? അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ട് നിലനിൽക്കുന്ന കുറച്ച് സവിശേഷതകളുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മധ്യമ സവിശേഷത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ജിജ്ഞാസ, വിധേയത്വം, ഇതൊക്കെ എന്താണ്? മധ്യമ സവിശേഷതകളിൽ നമ്മൾ പറയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ദ്വിതീയ സവിശേഷത, അതെന്താണ്? എപ്പോഴുമില്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ എന്താ ഈ സവിശേഷത നമ്മളിൽ കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്വിതീയ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ അതാരാണ് പറഞ്ഞിരിക്കുന്നത്? ആൽപോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഏരിയ. നമ്മൾ സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് പേഴ്സണാലിറ്റി. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒത്തിരി തിയറീസ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ഉണ്ട്, ആൽപോർട്ടിന്റെ തിയറി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി തിയറീസുകൾ നമ്മൾ അവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എത്ര മാർക്ക് കിട്ടും? 1-2 മാർക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് വരുന്നത് ഡിഫൻസ് മെക്കാനിസം അല്ലെ, സമായോജന തന്ത്രം എന്ന് പറയുന്ന ഏരിയയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യവും ഓൺലൈൻ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? മാച്ച് ദ ഫോളോവിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാച്ച് ദ ഫോളോവിംഗ് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഒരു സെക്ഷന്റെ ആൻസർ ഇപ്പോൾ 1ന്റെ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞ് മാച്ച് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കൺഫ്യൂഷൻ തോന്നരുത്. എന്നാൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? റാഷണലൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ അല്ലെ, യുക്തീകരണം, താദാത്മീകരണം, അതുപോലെ തന്നെ കോമ്പൻസേഷൻ, നെക്സ്റ്റ് എന്താണ്? റിഗ്രഷൻ. ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? സി ആണ് അല്ലെ. അപ്പൊ സി ഏതാണ് നോക്കിക്കേ. റാഷണലൈസേഷൻ. പരീക്ഷയിൽ പരാജയപ്പെടുന്ന കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് പറയുന്നു അല്ലെ. അതെന്താണ്? അതായത് നമ്മുടെ കഴിവുകേടുകൾ, പരാജയങ്ങൾ അല്ലെ മറ്റൊന്നിൽ ആരോപിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ. ഇനി നെക്സ്റ്റ് താദാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ. അതെന്താണ്? പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി എന്താണ്? താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പോൾ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചു അല്ലെ, സ്പോർട്സിന് സെഞ്ചുറി അടിച്ചു, ക്രിക്കറ്റിന് സെഞ്ചുറി അടിച്ചാൽ അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത് കാണാം അല്ലെ. അപ്പൊ അത് അവരുടെ വിജയം പോലെ അവർ ആഘോഷിക്കുന്നു അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താദാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്? 3 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡി ആണ് അല്ലെ. 3 ഡി ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കോളാം. അനുകൂരണം, കോമ്പൻസേഷൻ. അതേതാണ്? പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. അതായത്
ഒന്നിൽ എന്താണ് പരാജയപ്പെട്ട കുട്ടി ആ ഒരു കഴിവ്, അവരുടെ ആ ഒരു കഴിവുകൾ മറ്റൊന്നിൽ തീർക്കുന്നു, അതിനെയാണ്, അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി എവിടെയാണ്? സ്പോർട്സിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്? നെക്സ്റ്റ് നാലാമത്തെയാണ് അല്ലെ. 4 ഏതാണ്? ബി ആണ്. അപ്പൊ ബി ഏതാണെന്ന് നോക്കിക്കേ. അതായത് സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു. അതാണ് പശ്ചാത്ഗമനം, റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിരന്തരം ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. അപ്പൊ നമ്മൾ എന്താണ് LP UPയുടെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. UPയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത്, ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇപ്പോഴേ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ മുന്നിലുള്ളത് വലിയൊരു ലക്ഷ്യമാണ്. പലർക്കും പലപ്പോഴായിട്ട് പാളിപ്പോയതുണ്ടാവും, ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തവരുണ്ടാകും. അവരൊന്നും പേടിക്കേണ്ട, അവരൊന്നും ടെൻഷൻ അടിക്കുന്ന ഒരു നിരാശയും വേണ്ട. നമുക്ക് ഒന്നേ എന്ന് തുടങ്ങാനായിട്ടുള്ള ഒരു സമയമാണ്. ഇനി ടൈം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ മാറിയിരിക്കരുത്. നമുക്ക് സമയമില്ല എന്ന് തന്നെ വിചാരിക്കുക. കാരണം പ്രായം കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. 1-2 വർഷം എക്സാം, നെക്സ്റ്റ് 2 വർഷം കഴിയുമ്പോൾ എക്സാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ്, ഇത് എന്തായാലും നേടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും. അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ പുതിയ ഒരു LP UPയുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ലേറ്റസ്റ്റ് ക്ലാസ്സുകളാണ്, ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. നമുക്കറിയാം മെസ്സി ആയിട്ട് ടെക്സ്റ്റുകളൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലേറ്റസ്റ്റ് ക്ലാസ്സുകളാണ് വരുന്നത്. അതുപോലെ തന്നെ വിത്ത് PDF നോട്ട്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ള മോക്ക് എക്സാംസുകൾ, വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, അതുകൂടാതെ നമുക്ക് എന്താണ് മെന്റർ സപ്പോർട്ട്, ഇതെല്ലാം, അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, വീക്കിലി എക്സാംസ്, ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പോഴേ തൊട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് പഠനം അല്ലേ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം, മറക്കരുത്. ജോയിൻ ചെയ്യേണ്ട നമ്പർ, കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8589083568. എല്ലാവരും മറക്കരുത്, ജോയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകൻ ഉണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധ സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അനുബന്ധ സിദ്ധാന്തം? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് അവിടെ ഓർക്കേണ്ടത്? പാവ്ലോവിനെയാണ് അല്ലെ. പാവ്ലോവിനെയാണ് ഓർക്കേണ്ടത്. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ, ലേണിംഗ്, പഠനം എന്ന് പറയുന്ന സെക്ഷനിൽ ചോദിച്ചിരിക്കുന്ന ഒരു അതിൽ നിന്ന് ചോദിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് പഠനം അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് തിയറീസിൽ നമ്മൾ ഒത്തിരി സൈക്കോളജിസ്റ്റ് തിയറി പഠിക്കാനുണ്ട്. പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ അല്ലെ. അതുപോലെ തന്നെ ഗസ്റ്റാൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊഹ്ലറിന്റെ തിയറീസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഏതാണ്? പാവ്ലോവിന്റെ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഏരിയയിൽ നിന്ന്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താണ്? ഭയം അല്ലെ. ഭയം കൂടി വന്നപ്പോൾ എന്താ? ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും പിന്നീട് ആ കുട്ടി എന്താണ്? ഭയക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇവിടെ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ അല്ലെ. അതായത് നമുക്കറിയാം ജനറലൈസ് ചെയ്യാണ് കുട്ടി അല്ലെ. അതാണ് ആ ഒരു അധ്യാപകൻ നിരന്തരം ശകാരിക്കുന്ന അധ്യാപകനാണ് അല്ലെ. അപ്പൊ അവിടെ മറ്റ് എന്താണ്? ഭയം കൂടി വരാണ്. മറ്റ് അധ്യാപകരോടും അതുപോലെ തന്നെ എന്താണ്? ക്ലാസ് മുറിയോടുമുള്ള ഒരു ഭയം കൂടി വരണം. അതാണ് എന്ത്? ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞത്. ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ തിയറിയുടെ ലോസുകളാണ് അല്ലെ. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ ഡിലൈഡ് കണ്ടീഷനിങ്, ഇതൊക്കെ എന്താണ്? പാവ്ലോവിന്റെ തിയറിയുടെ ലോസുകളാണ്. ഈ ചോദക വിവേചനം എന്ന് പറഞ്ഞാൽ നായയിലാണ് പരീക്ഷണം നടത്തിയെന്നൊക്കെ അറിയാം. ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഓർത്ത് വെക്കുക. ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അതായത് ചോദകത്തെ എന്താണ്? വിവേചിച്ചറിയാനായിട്ട് സാധിക്കുന്നു അല്ലെ. അപ്പൊ അതായത് ഏത് മണിനാദം അടിച്ചാലാണ് നായക്ക് ഫുഡ് കിട്ടുക എന്ന് ആ നായ അവിടെ തിരിച്ചറിയാണ്, കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് അല്ലെ. അപ്പൊ അതിനെയാണ് ചോദക വിവേചനം എന്ന് പറഞ്ഞത്. ഇനി ഡിലൈഡ് കണ്ടീഷനിങ്, അതായത് വിളംബിത അനുബന്ധിത പ്രതികരണം, അതെന്താണ്? ഡിലൈഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം ഈ നായയിൽ മണിയടിച്ച് ഫുഡ് വരുന്നു, അപ്പൊ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? വൈകിയാലും ആ ഒരു മണിയടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, അത് കുറച്ച് എന്താണ്? സമയ വ്യത്യാസത്തില് മണിയടിച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ ഫുഡ് കൊടുക്കും,
നെക്സ്റ്റ് ടൈം മണിയടിച്ചു ഒരു 10 മിനിറ്റിനുള്ള ഫുഡ് കൊടുക്കും. അപ്പോൾ അത് ആ ഒരു ടൈം ഇടവേള വർദ്ധിപ്പിക്കുകയാണ്. അപ്പം ഇടവേള വർദ്ധിപ്പിച്ചാലും എന്താണ്, എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ നായക്ക് വരും. അപ്പോഴും ആ നായിൽ എന്താണ്, സലൈവ് വരും അല്ലേ. അപ്പോൾ അതാണ് വിളംബിത അനുബന്ധിത പ്രതികരണം, ഡിലൈഡ് കണ്ടീഷൻ. അങ്ങനെ ലോസുകളുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു പോയാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് നോക്കിയാൽ അറിയാം, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോവിങ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം റെഡിയാണ്. നമുക്ക് ഒന്നേം തൊട്ടേ പഠിച്ചു തുടങ്ങാം. ആരും ടെൻഷൻ അടിക്കേണ്ട, ആരും നിരാശ വേണ്ട. നമുക്ക് നല്ല ചില്ലായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട്, പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.